ഈ ഭർത്താവിൻ്റെ അവിഹിതങ്ങളെ പറ്റി ഉള്ള ഒരു സംസാരം ഇപ്പോൾ നിങ്ങളോട് തന്നെ ഒരു 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 മെസ്സേജിലൂടെ ഒരു സ്ത്രീ സംസാരിച്ചതിനെ പറ്റി ഒരു പ്രഭാഷണത്തിൽ നിങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഭർത്താവിനൊരു അവിഹിതമുണ്ട് എന്ന് ഭാര്യ അറിയുന്ന സമയത്ത് അതൊരു ഫോണിലൂടെ ചാറ്റ് മാത്രമാണ് കണ്ടെത്തിയത്. പക്ഷേ പിന്നീട് ഭർത്താവിന് ഭക്ഷണം എടുത്തു കൊടുക്കാൻ പോലും മനസ്സ് വരില്ല. അത്രകാലം വർഷങ്ങൾ 10-60 വർഷം ഒരുമിച്ച് ജീവിച്ചിട്ട് പിന്നെ വിയർപ്പിന്റെ മണം എനിക്ക് ഇഷ്ടമല്ലാതാവുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഭക്ഷണം ഉണ്ടാക്കി വെക്കും, മൂപ്പരുവാണ് എടുത്ത് കഴിച്ചോട്ടെ എന്ന മനസ്സിലേക്ക് മാറുകയാണ്. ആ റൂമിലേക്ക് പോകുന്ന നിഴൽ കാണുന്നത് പോലും എനിക്ക് ഉറപ്പാണ് എന്നൊക്കെയുള്ള അവസ്ഥകൾ വരുന്ന ഒരു സാഹചര്യം പറഞ്ഞു. ഈ ഒരു ചോദ്യം ഉള്ളത്, 10 വർഷത്തിലധികമായി കല്യാണം കഴിച്ചിട്ട് 10 വർഷത്തോളം കുഴപ്പമൊന്നുമില്ലാതെ പോയിട്ടുണ്ട്. ഭർത്താവ് ഒരു ഓൺലൈൻ ട്രേഡിംഗ് ബിസിനസ്സിലൊക്കെ ഇടപെട്ടു, അതിന് അഡിക്റ്റായി. പിന്നെ അതിന് രക്ഷപ്പെടുത്താൻ വേണ്ടി പല ശ്രമങ്ങളും നടത്തി. കൗൺസിലിങ്ങുകൾ കൊടുത്തിട്ടുണ്ട്, മാനസികമായ ചികിത്സകൾ കൊടുത്തിട്ടുണ്ട്, മരുന്നുകൾ കൊടുത്തിട്ടുണ്ട്. ഇനി അതിലൊരു കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് ഇനി അതൊന്നും ആവർത്തിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. അദ്ദേഹം വിദേശത്തേക്ക് ജോലിക്ക് പോയി. ആദ്യമൊക്കെ കൃത്യമായി പൈസയൊക്കെ അയച്ചിരുന്നു. പക്ഷേ വീണ്ടും ഇതേ പ്രശ്നങ്ങൾ തന്നെ ആവർത്തിക്കുകയാണ്. ഇപ്പോൾ വല്ലാത്തൊരവസ്ഥയിലാണ്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയണില്ല. ഇപ്പോൾ വീണ്ടും പഴയ അവസ്ഥയിൽ തന്നെയാണുള്ളത്. ഇവർക്ക് ജോലി ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യുന്നു, കുടുംബവും മക്കളുടെ കാര്യമൊക്കെ അങ്ങനെ കഴിഞ്ഞു പോകുന്നു. ആലോചിച്ചിട്ടൊരു സൊല്യൂഷനും കിട്ടുന്നില്ല. പക്ഷേ പീസ് റേഡിയോ ഒരു സ്ഥിരം ശ്രോതാവാണ്. പീസ് റേഡിയോ സ്ഥിരം ശ്രോതാവ്. അതുകൊണ്ട് തന്നെ മനസ്സമാധാനത്തിനുള്ളൊരു വകുപ്പ് പീസ് റേഡിയോ നൽകുന്നുണ്ട് എന്നാണ് അവരും പറയുന്നത്. ഈ ആദർശമൊക്കെ സ്വീകരിച്ചതിന് ശേഷം നല്ലൊരു ഭർത്താവിനെ കിട്ടണം എന്നാണ് ആഗ്രഹിച്ചിരുന്നത്. അതിനുവേണ്ടി കുറേ പ്രാർത്ഥിച്ചിരുന്നു, നന്നായി പരിശ്രമിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ കിട്ടിയ ഒരാൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് എത്തി നിൽക്കുന്നത് എന്നുള്ളൊരു വല്ലാത്തൊരു ടെൻഷനിലാണ് ആ സ്ത്രീ ഉള്ളത്. പിന്നെ ഇത് ഒക്കെ ശരിയാകണം എന്നുള്ള പ്രാർത്ഥന എപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. അവസാനം ഫലപ്രദമായ ഒരു ഗൈഡൻസ് പ്രതീക്ഷിക്കുന്നു എന്നാണ് അവരുടെ ചോദ്യം. ഇപ്പോൾ ഭർത്താവ് വേണ്ട രൂപത്തിൽ അവരുടെ വീട്ടിലെ കാര്യങ്ങളും ചെലവും നൽകുന്നില്ല എന്നുള്ളതാണ്. അതാണ് ചുരുക്കം പറയുന്നു. അതെ, നമ്മൾ ഇവിടെ പിന്നെ ഈ പരാതികൾ നിരന്തരം വരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഏത് കുടുംബ പ്രശ്നത്തിൽ ഇടപെടുമ്പോഴും അവിടെ നമ്മൾ പരിശോധിക്കുന്ന കാര്യം, ഇപ്പോൾ ചിലപ്പോൾ പല രൂപത്തിലുള്ള പ്രശ്നങ്ങളും അവർ നമ്മുടെ മുന്നിൽ ഉന്നയിക്കുമെങ്കിലും നമ്മൾ അടിസ്ഥാനപരമായി ചോദിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ രണ്ടുപേരും തമ്മിൽ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ്. ഇപ്പം ഞാൻ ചോദിക്കുന്നത്, നമ്മൾക്കിപ്പോൾ വേറൊരു സാധാരണ ഒരാൾ വന്നിട്ട് അയാളുടെ ഒരു വേദന പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അയാൾക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ എന്ത് ചെയ്യും, ആലോചിക്കുമല്ലോ. ഒരു മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ്. ഇപ്പം ഞാൻ പറയും, ഇതിപ്പോൾ സ്വന്തം ഭാര്യ ജീവിത പ്രയാസങ്ങളിലും കഷ്ടപ്പാടുകളിലും മനം നൊന്ത് പീസ് റേഡിയോയിലേക്ക് ഫീഡ്ബാക്ക് അയക്കേണ്ട ഒരു സ്ഥിതിവിശേഷത്തിൽ നിൽക്കുമ്പോൾ ഇതിലൊന്നും ഒരു ദയയോ അലിവോ കരുണയോ ഒന്നും ഈ ഭർത്താവിന് തോന്നാത്തത് എന്താണ്? നമ്മൾ അടിസ്ഥാന ചോദ്യം. അപ്പോൾ അവിടെ വരുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, മാനസികമായി അവർ തമ്മിൽ എന്താണ്, ഒരു പൊരുത്തത്തിലല്ല പോകുന്നത്. പൊരുത്തത്തിൽ പോകുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, എൻ്റെ ഭാര്യ ഇപ്പോൾ അവിടെ എന്താ ചെയ്യുണ്ടാകുക, നമ്മുടെ വൈഫിന് ഒരു തലവേദന വന്നു അല്ലെങ്കിൽ ഭർത്താവിന് ചെറിയ പ്രശ്നം വന്നു എന്ന് വന്നാൽ നമ്മൾ ആകെ വിഷമിക്കൂലേ? ഇതൊന്നുമില്ല. ഒരു പക്ഷേ ഈ സ്ത്രീയുടെ സഹോദരിയുടെ അവസ്ഥ കേൾക്കുമ്പോൾ ലോകത്തുള്ള ഏത് പുരുഷനും എന്ത് ചെയ്യാണ്, ഒരു അക്കൗണ്ട് നമ്പർ കിട്ടിയാൽ അവർക്ക് എന്തെങ്കിലും പൈസ കൊടുക്കാമെന്ന് വിചാരിക്കും. എന്താണ് അയാൾക്ക് തോന്നാത്തത്? അതിൻ്റെ കാരണം അവർ തമ്മിൽ മാനസികമായ, അതുകൊണ്ട് സ്ത്രീകൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, എല്ലാറ്റിലും ഉപരി പരസ്പരം പരിഗണിച്ചും അനുസരിച്ചും സ്നേഹിച്ചും വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തും അഗാധമായ ഒരു സ്നേഹത്തെ ഖുർആൻ പറഞ്ഞ ആ മവദ്ദത്തും റഹ്മത്തുണ്ടല്ലോ, അത് ഉണ്ടാക്കി തീർക്കുവാനാണ് പരിശ്രമിക്കുന്നത്. അതുണ്ടോ, കുടുംബജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും എന്നാണ് വിശ്വസിക്കുന്നത്. അത് എത്രമാത്രം എല്ലാ പുരുഷന്മാരും നടക്കുന്നത് നമുക്കറിയില്ല. അതില്ലാത്തതാണ് ഈ പ്രശ്നങ്ങളുടെയൊക്കെ കാരണമെന്നാണ് അടിസ്ഥാനപരമായി മനസ്സിലാക്കുന്നത്. എന്തായിരുന്നാലും അയാൾ ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും അവർക്ക് വേണ്ട സാമ്പത്തികാവസ്ഥ കൊടുക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമല്ല. പക്ഷേ ഈ ചോദ്യം അയക്കുന്നത് സഹോദരിയാണ്, നമ്മുടെ മറുപടി കേൾക്കുന്നത് അവരാണ്, കേൾക്കേണ്ടത് ശരിക്കാരാണ്, ഭർത്താവാണ്. അപ്പോൾ അദ്ദേഹത്തെ കേൾപ്പിക്കാൻ വല്ല അവസരങ്ങളുണ്ടെങ്കിൽ അത് ചെയ്യാന്നുള്ളതാണ്. എന്തായിരുന്നാലും നല്ല ഒരു സമാധാന ജീവിതം, നമ്മളെല്ലാവരും കുടുംബജീവിതത്തിലൂടെ നല്ലൊരു സമാധാന ജീവിതം ആഗ്രഹിക്കുന്നുണ്ട്. അത്തരമൊരു ജീവിതം അല്ലാഹു അവർക്കും പ്രദാനം ചെയ്യട്ടെ.